കുറച്ചധികം വയനയില കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ ഈ ഒരു ഇലയ്ക്ക് എന്താ പറയുക? നമ്മൾ ചക്കട അതുപോലെ സാധാരണ അടയൊക്കെ ഉണ്ടാക്കില്ലേ? നല്ല സ്മെല്ലായിട്ടുള്ള ഒരു ഇലയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി ഇത് കിട്ടിക്കഴിഞ്ഞപ്പോൾ. ഇനി ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം കുറച്ച് വെയിൽ കൊള്ളിക്കുകയാണ് കേട്ടോ. അതിന് ശേഷം 2-3 ദിവസം ഇങ്ങനെ മാറ്റി മാറ്റി വെയിൽ കൊള്ളിച്ചിട്ട് ഇത് നമ്മൾ ഉണക്കിയെടുക്കും. നന്നായിട്ട് ഉണങ്ങി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിതൊരു ടിന്നിലിട്ട് വെച്ചിട്ട് നമുക്ക് ചുക്കുവെള്ളം നമ്മൾ ഈ ചൂടുവെള്ളമൊക്കെ ഉണ്ടാക്കില്ലേ ആ സമയത്തൊക്കെ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. വയറിനും നമ്മളുടെ ബോഡിക്കും ഒക്കെ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഒരു സാധനമാണ് നമ്മുടെ വയനയില. നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താ പേര് എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത് കേട്ടോ. ഇങ്ങനെ ഭംഗിയുള്ള കത്തികളൊക്കെ വാങ്ങുമ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3-4 മാസം കഴിയുമ്പോഴേക്കും അതിൻ്റെ മൂർച്ചയൊക്കെ നന്നായിട്ട് പോകും. പക്ഷെ നമുക്ക് കത്തി ഉപേക്ഷിക്കാൻ പറ്റുമോ? അപ്പോൾ മുത്തശ്ശിക്ക് ഞാൻ പുതിയതായിട്ട് വാങ്ങിച്ചു കൊടുത്ത ഒരു കത്തി മൂർച്ച കൂട്ടാനുള്ള ഒരു സംഭവമാണ് കേട്ടോ. ഏത് കത്തിയും നല്ല സുന്ദരമായിട്ട് ഇതിൽ മൂർച്ച കൂട്ടാൻ വേണ്ടി പറ്റും. കുറേ നാൾ വരെ ലാസ്റ്റ് ചെയ്ത് വെക്കും. 100 സംതിങ് രൂപയുള്ളൂ. ലിങ്ക് ഞാൻ ലെഫ്റ്റ് സൈഡിൽ കൊടുക്കാം, ചെക്ക് ചെയ്ത് നോക്കൂ.